ഒരു കുട്ടിക്ക് ആദ്യത്തെ 2 പരീക്ഷകളിൽ 60, 70 എന്ന ക്രമത്തിൽ മാർക്ക് കിട്ടി. 3-ാം പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാൽ അവൻ്റെ ശരാശരി മാർക്ക് 65 ആകും? കുട്ടിക്ക് ആദ്യത്തെ 2 പരീക്ഷകളിൽ 60, 70 മാർക്ക് കിട്ടി. ആദ്യത്തെ പരീക്ഷയ്ക്ക് 60, അടുത്ത പരീക്ഷയ്ക്ക് 70. ചോദ്യം, 3-ാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക്? നമുക്കറിയില്ല. നമുക്കത് വേണമെങ്കിൽ എക്സ് എടുക്കാം. അപ്പോൾ 3 പരീക്ഷകളിലെയും 60 മാർക്ക്, 70 മാർക്ക്, എക്സ് മാർക്ക് 3-ാമത്തെ. ഇനി എന്ത് പറയണ്ടേ? 3-ാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാൽ അവൻ്റെ ശരാശരി മാർക്ക് 65 ആകും? അപ്പോൾ ഇതിൻ്റെ 3 ശരാശരി നമുക്ക് ഉണ്ട്. ശരാശരി 65 ഇത് ശരാശരിയാണ്. ഈ 3 ശരാശരി എങ്ങനെ കാണുക? നമുക്ക് 3 കൂടി കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ മതി. 3 സംഖ്യകളുടെ ശരാശരി കാണാൻ 3 കൂടി കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 60 + 70 + x/3 സമമാണ് എത്ര? 65. ഇത് നമുക്ക് കൂട്ടുമ്പോൾ 60ഉം 70ഉം 130 + x നമ്മൾ അംശം എഴുതി. ഇനി /3 നമ്മൾ വലത്തോട്ട് എടുക്കുമ്പോൾ × 3 ആവും. അപ്പോൾ എന്താവും? 65 × 3. 130 + x സമം ഇത് ഗുണിക്കുമ്പോൾ 195. 130ഉം xും കൂട്ടുമ്പോൾ 195 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 195 കുറയ്ക്കണം 130. 195 കുറയ്ക്കണം 130. 195 130 കുറച്ച് കഴിഞ്ഞാൽ 65 എന്ന് വരും എക്സ്. അതായത് 3-ാമത്തെ പരീക്ഷയിൽ 65 മാർക്ക് കിട്ടിയാൽ അവൻ്റെ ശരാശരി എത്രയാവും? 65 ആവും.